ഹലോ ഗായ്സ്, ഇന്നുണ്ടല്ലോ ഒരു സംഭവം ഉണ്ടായേ. ഞാൻ കോട്ടയത്തുനിന്ന് KSRTC ബസ്സിന് പേട്ടയ്ക്ക് വണ്ടി കയറിയതാണ്. അപ്പോൾ കാരിത്താസൊക്കെ കഴിഞ്ഞൊരു സ്ഥലം വന്നപ്പോൾ പിന്നെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അന്നേരം വണ്ടി ഈ ചെറിയ വണ്ടി മുന്നിൽ ഇങ്ങനെ തട്ടി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവർ കുറേ നേരമായിട്ട് ഓൺ അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കയറി പോകാൻ നോക്കിയപ്പോഴത്തേനും പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ 2 പ്രാവശ്യം സഡൻ ബ്രേക്ക് ഇടേണ്ടി വന്നപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇച്ചിരി നല്ലൊരു ബ്രേക്കായിരുന്നു പിടിച്ചത്. അപ്പോൾ എല്ലാവരും മുന്നോട്ടാഞ്ഞു. ഞാനും പേടിച്ച് പോയി. വല്ല വണ്ടിക്കിട്ടും തട്ടിയോന്ന് വരെ പെട്ടെന്ന്. അപ്പോൾ കണ്ടക്ടർ സാറ് ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് സഡൻ ബ്രേക്ക് ഇട്ടപ്പോഴത്തേനും പുള്ളി പോയി ഒറ്റ ഇടി ഡോറിൻ്റെ അടുത്തുള്ള ആ വലിയ കമ്പിക്കോട്ട് പോയി ഇടിച്ച് പുള്ളിയുടെ മൂക്ക് നന്നായിട്ട് പൊട്ടി, ചോര വന്നു. പിന്നെ എല്ലാവരും അവിടെ ഇരുത്തി. ഒരു ഉമ്മയുടെ കയ്യിൽ തണുത്ത വെള്ളം ഉണ്ടായിരുന്നു, അത് മൂക്കിനൊക്കെ വെച്ച് കൊടുത്ത്. പിന്നെ ഞങ്ങൾ അന്നേരം ഹോസ്പിറ്റലിൽ വിടണമെന്ന് പറഞ്ഞു. അപ്പോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കിടങ്ങൂർ ലൂർദ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സാറിനെ അവിടെ കാണിച്ചു. സാർ അന്നേരം പറഞ്ഞായിരുന്നു, ഡ്രൈവറിനോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം തന്നെ അടുത്ത ഹോസ്പിറ്റലിലോട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോയി. പിന്നെ അന്നേരം ഡ്രൈവർ പിന്നെ ഞങ്ങളെ അടുത്തുള്ള സ്റ്റോപ്പിൽ കൊണ്ടുവിട്ട്, നിങ്ങൾ ഇവിടുന്ന് ബസ് കയറി പൊക്കണം, പുള്ളിയുടെ അടുത്തോട്ട് ഞാൻ പോവാന്ന് പറഞ്ഞു. ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അടുത്ത ബസ് കണ്ടോ, ഇതാണ് ചോരയെ, അവിടെയാണ് പോയി ഇടിച്ചത്. കണ്ടോ എന്ത് ഇടിച്ചിട്ട് അവിടെ തന്നെ ചോര കണ്ടോ. അങ്ങനെ എന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരെ ഇറക്കി വിട്ടു. എല്ലാവരും പല വണ്ടിക്ക് കയറിപ്പോയി. ഞാനും ധൃതിയിൽ ഇറങ്ങിപ്പോന്നു. അപ്പോൾ എൻ്റെ ഹാൻഡ് ബാഗ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. മറ്റേ ബാഗ് ഞാൻ ബെർത്തിൽ വെച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഓർത്തില്ല ഞാൻ. അത് കഴിഞ്ഞ് ഞാൻ വേറെ ബസ്സിന് കയറി കുറേ വഴി എത്തിയപ്പോഴാണ് അറിയുന്നത് എൻ്റെ കയ്യിൽ വലിയ ബാഗില്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി. പിന്നെ ഞാൻ തിരിച്ച് കിടങ്ങൂർ വന്ന് വണ്ടി നോക്കിയപ്പോൾ അവിടെ വണ്ടി കിടപ്പുണ്ടായിരുന്നു. വണ്ടി ഞാൻ തള്ളി തുറന്ന്, ഡോറ് തന്നെ തുറന്ന്, നമ്മുടെ ഡോറിനൊക്കെ പൂട്ടില്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. തുറന്ന് ഞാൻ ബാഗ് എടുത്തു, ഡോറടച്ച് ഞാൻ അടുത്ത വണ്ടിക്ക് കയറി. പേട്ടയിൽ എൻ്റെ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് പോയി. അങ്ങനെ ഞാൻ 8 മണിയായപ്പോഴാണ് വീട്ടിൽ വന്നത്. അയ്യോ, ഇന്നത്തെ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഭയങ്കര പാടായിപ്പോയി. എന്നാണേലും സാറിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു.